ഹണി ട്രാപ്പ് മുഖേന തെലുങ്കാനക്കാരൻ്റെ 5 കോടി രൂപ തട്ടിയെടുത്തത് ഒരു ലേഡിയും 3 അവരുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. 4 പേരും മലയാളികളാണ്. തെലുങ്കാന സ്വദേശിയായ വിജയകുമാറിനെയാണ് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തത്. 2023 നെയ്യാറ്റിൻകരക്കാരിയായ റോഷിനിയുമായിട്ട് ഇയാൾക്കൊരു ചെറിയ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിലൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തത്. തെലുങ്കാനക്കാരനായ ഈ വ്യവസായി വിജയകുമാറിന് ഭാര്യയും മക്കളും ഉണ്ട്. ആൾ അവിടുത്തെ വൻ വ്യവസായിയാണ്. റോഷിനിയുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായി, അതിലൊരു കുട്ടി ഉണ്ടായെന്ന ആരോപണം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എന്നാലും ഒരു ഹണി ട്രാപ്പിൽപ്പെടുത്തി 2023 മുതൽ 2-3 വർഷങ്ങളായിട്ട് ഏകദേശം 5 കോടി രൂപയോളം അടിച്ചു മാറ്റി. ധാരാളം കെട്ടിടങ്ങളും സ്ഥലങ്ങളും അവിടെ ഇവിടെയൊക്കെ റോഷിനി വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്ത. റോഷിനിയോടൊപ്പം നെയ്യാറ്റിൻകരയിൽ തന്നെ 3 ആൺസുഹൃത്തുക്കളും റോഷിനിയുടെ ഒപ്പം ഉണ്ട്. ഇവർ 4 പേരും കൂടിയാണ് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് 5 കോടി രൂപയോളം ഇതുവരെ തട്ടിയെടുത്തിരിക്കുന്നത്. ആ തട്ടിയെടുപ്പ് കൂടി വന്ന് ഇയാൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതോടുകൂടി റോഷിനി അവരുടെ കൂടെയുള്ള 3 സുഹൃത്തുക്കളും വിജയകുമാറിൻ്റെ അടുത്ത് പറഞ്ഞ് തൻ്റെ ഭാര്യയും മക്കളെ ഇനി തട്ടിക്കൊണ്ടുപോകും. വീട്ടിലറിയാത്ത ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആരോപണമായിരിക്കാം. ഭാര്യയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുമെന്ന് വന്നപ്പോൾ ഇയാൾ ഭയപ്പെട്ടു. ഇയാൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് വന്ന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഏതായാലും പോലീസ് പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ബ്ലാക്ക് മെയിലാണ്. പോലീസിൻ്റെ വെരിഫിക്കേഷനിലെ കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. റോഷിനി ഈ 3 സുഹൃത്തുക്കളെയും പോലീസ് അന്വേഷിച്ചു. ഇപ്പോൾ റോഷിനിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റോഷിനിയെ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയുടെ അവരുടെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് കരുതുന്നത്. ഇവരെ ഇനി കസ്റ്റഡി വാങ്ങേണ്ടി വരും. ഇവരെ കൂട്ടുപ്രതികളായ 3 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഹണി ട്രാപ്പ് മുഖേന ആണ് ഇയാളെ പെടുത്തിയത്. അയാളുടെ മൊഴി അനുസരിച്ച് ഇതുവരെ 5 കോടി രൂപയോളം ഇവർ തട്ടിയെടുത്തതായിട്ടാണ് വരുന്നത്. ധാരാളം സംഭവങ്ങൾ ഈ ബ്ലാക്ക് മെയിൽ പൊതുവെ നടക്കുകയാണ്. അതിനകത്ത് പല മലയാളി സ്ത്രീകളുമാണ് ആ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. ഈ നെയ്യാറ്റിൻകരക്കാരി റോഷിനിയുടെ സുഹൃത്തുക്കളും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയത്തില്ല. അതിൽ പക്ക ബ്ലാക്ക് മെയിലിംഗ് തന്നെ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് തട്ടിയെടുക്കാൻ കഴിഞ്ഞത്. ഭാര്യയും മക്കളെയും കൂടെ തട്ടിക്കൊണ്ടു പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും എന്ന് തോന്നിക്കാണും. നെയ്യാറ്റിൻകരക്കാരെ 3 പേര് ഇവരുടെ സുഹൃത്തുക്കൾ ആരാണ്? ഗുണ്ടകളാണോ? അവരുടെ നേച്ചർ എന്താണ്? ഗുണ്ടകളാണെങ്കിൽ ഇയാൾ ഭയപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരെ പല സന്ദർഭത്തിൽ ഇയാൾ കണ്ടിട്ടുണ്ടാവും. പണം കൊടുക്കാനും വാങ്ങാനും ഒക്കെ ചിലപ്പം ഈ വ്യവസായിയുടെ തെലുങ്കാനയിൽ അല്ലെങ്കിൽ ഹൈദരാബാദിലെ അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇവർ പോയിട്ടുണ്ടാവും. തെലുങ്കാനയിൽ നമുക്കറിയാം, ഹൈദരാബാദിലൊക്കെ ധാരാളം മലയാളികളുണ്ട്. അവർ IT ഫീൽഡിലായിട്ടും അല്ലാതെയുമായിട്ടും അവിടുത്തെ നിവാസികളായിട്ടും അവിടെ വീട് വെച്ച് താമസിക്കുന്ന ധാരാളം മലയാളികളുണ്ട്. എന്തായാലും ഈ വ്യവസായിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു, ഹണി ട്രാപ്പിൽ പെടുത്തി 5 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ കൈവശപ്പെടുത്തി എന്നുള്ള വാർത്തകൾ ശരിയാണെന്നാണ് വഞ്ചിയൂർ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് വഞ്ചിയൂർ പോലീസ് റോഷിനിയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതി ഇല്ലാത്തതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു എന്നാണ് ഏറ്റവും അവസാനമായി വരുന്ന വാർത്തകൾ.